ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ ശിവനെയും രാജീവിനെയും കൂട്ടി ബാലചന്ദ്രനെ കാണാൻ വരുന്നു. ബാലചന്ദ്രനോട് തനിക്ക് എല്ലാം പറയേണ്ടി വന്നു എന്ന് ഗംഗാധരൻ പറയുമ്പോൾ ബാലചന്ദ്രൻ ശിവനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം മനസ്സിലായോ ഞാൻ ആരെയാണ് സംരക്ഷിച്ചു പിടിച്ചത് എന്ന്? മനസ്സിലായി, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് ശിവൻ പറയുന്നു. ബാലചന്ദ്രൻ അപ്പോഴും ഒരേ ഒരു ആവശ്യമേ പറയുന്നുള്ളൂ. അലീനയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ തന്നെ ഇവിടെ തിരിച്ചെത്തിക്കണമെന്ന്. അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് ശിവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമോളും ഞെട്ടുന്നുണ്ട്. പിന്നീട് അവർ മൂന്നുപേരും വൈജ ഇതൊന്നും അറിയരുതെന്നും അലീനയെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് അയക്കാമെന്നും ഇവിടെ നിന്നെങ്കിലും മാറി താമസിപ്പിക്കണമെന്നും ഈ ഒരു ഡിമാൻഡ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അത് ബാലചന്ദ്രൻ അംഗീകരിക്കണമെന്നും പറയുന്നു. അല്ലെങ്കിൽ വൈജ ഞങ്ങളെ വെറുക്കും, ഞങ്ങൾ അവളോട് 2 നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അറിയാം, ആ കുഞ്ഞു പ്രസവിച്ചപ്പോൾ ചത്തുപോയെന്നും രണ്ടാമത്തത് പറഞ്ഞാൽ നിങ്ങൾ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്നും അല്ലേ എന്ന്. രണ്ടാമത്തേത് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ബാലചന്ദ്രൻ അലീനയെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ നേഴ്സ് വൈജയോട് നിങ്ങളുടെ മൂത്ത മകളില്ലേ, അവളെ കാണാനില്ല എന്നാണ് അറിഞ്ഞത് എന്ന്. ഇത് കേട്ടതും വൈജയുടെ പകുതി അസുഖം അങ്ങനെ തന്നെ മാറിപ്പോയതുപോലെ തോന്നുന്നുണ്ട്. അതേസമയം ഇവിടെ പോലീസുകാരും ഒക്കെ ബാലചന്ദ്രന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി അലീനയെ പൂട്ടിയിട്ട സ്ഥലത്ത് എത്തുന്നു. റൂമിന്റെ പുറത്ത് ജനലിലൂടെ ബാലചന്ദ്രൻ അലീന എന്ന് വിളിച്ചതും അലീന ചാടി എഴുന്നേറ്റ് തപ്പിത്തടന്ന് ജനലിനരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. അലീന ജനലിലൂടെ കൈകൾ നീട്ടി ബാലചന്ദ്രന്റെ മുഖത്ത് പിടിച്ച് അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നീട് അലീനയെയും കൂട്ടി പുറത്തേക്ക് വരുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.